ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തണ്ണിമത്തൻ്റെ തോട് കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യണത്. അതിനായിട്ട് നമ്മൾ തണ്ണിമത്തൻ്റെ തോട് ഇതുപോലെ ഞാനൊന്ന് പീലർ ഉപയോഗിച്ചിട്ടൊന്ന് പീൽ ചെയ്ത് കളയണേ. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം റവയും കൂടെ ചേർത്തിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് തയ്യാറാക്കുന്നത്. വീഡിയോ കാണുമ്പോൾ അയ്യോ ഇത് എന്ത് എന്ന് നോക്കാണ്ട് പറയാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി രുചിയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതുപോലൊരു ഗ്രേറ്റർ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താലും മതി. നമ്മൾ ഗ്രേറ്റർ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം ഇതുപോലെ നല്ല രീതിക്ക് കിട്ടും, ഒരേ ലെവലിൽ നമുക്ക് കിട്ടും. അതില്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാലും മതിയേ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനെല്ലാം ഇതാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഞാനൊരു 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു 3 എണ്ണം ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് തേങ്ങ, അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് റവയും കൊടുക്കുന്നുണ്ട്. ഏത് ടൈപ്പ് റവയാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ശർക്കര ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ തണ്ണിമത്തൻ്റെ തോട് തന്നെ ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇതിലോട്ട് എക്സ്ട്രാ ഒരു വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കണ്ടല്ലോ, നല്ല രീതിക്ക് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു നനവും എല്ലാം ഉണ്ട്. ഇത് നമുക്കിതൊരു 5-10 മിനിറ്റ് വെച്ചിരിക്കാം. കണ്ടല്ലോ, നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇത് കാണാം. അത്രയും മതിയാവും നമുക്ക്. അതാണ് ഇതിൻ്റെ ആ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഞങ്ങൾ തിരുവനന്തപുരത്തിന് പറയുന്നത് പിഴിയുക എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു വാക്ക് ഉപയോഗിച്ചത്. ഇഡ്ഡലി സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു എണ്ണ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് നമുക്കിതാക്കി കൊടുക്കാമേ. കണ്ടല്ലോ, ഇതുപോലെ. അപ്പോൾ എണ്ണയോ നെയ്യോ ബട്ടറോ എന്തുപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കിത് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റിംഗ് ടൈമാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ഞാനതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. ആ ഒരു സ്പൂണിൽ ഇതുപോലെ ഒരു സ്പൂൺ എടുത്തതിന് ശേഷം നല്ല രീതിക്ക് നമുക്കിതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. കണ്ടല്ലോ, അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടും. ഇനി നമുക്കതിന് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലോട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് ഈ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതിനൊരു ഇലയിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനൊരു ഇലയിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള കണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു പുട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ. അപ്പോൾ ഞാൻ ഇതൊരെണ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി തണ്ണിമത്തൻ്റെ തോട് കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.